അതിശക്തമായ മഴയുടെ സാധ്യതകളാണ് പറയുന്നത്. ഈ മഴ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഭയമാണ്. സുനാമി ഭയമുണ്ട്, പ്രളയത്തിന്റെ ഭയമുണ്ട്, ഉരുൾപൊട്ടൽ, ഭൂകമ്പം, ഇതൊക്കെ നമുക്കൊരു ഭയം തന്നെയാണ്. എന്താണ് പുതിയ മഴയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് പറയാനുള്ള അപ്ഡേഷൻസ്? നമുക്ക് തന്നെ ഇപ്പം നമുക്ക് ഈ ഒരു മാസം ഇപ്പോൾ ഏപ്രിൽ 21 ഏപ്രിൽ 21 എന്ന് പറഞ്ഞാൽ ശക്തമായ ചൂട്, വേനൽക്കാലം എന്നാണ്. അതുകൊണ്ടാണ് സ്കൂളുകൾക്കൊക്കെ പണ്ട് മുതലേ ഈ വെക്കേഷൻ കൊടുക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു മഴ ഈ സമയത്ത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒന്നല്ല. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മാറുന്നു. അപ്പം അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ആ മഴയെ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോൾ സാധാരണ ഇടവപ്പാതി അല്ലെങ്കിൽ തുലാവർഷം, ഈ മഴ ഇപ്പോൾ ജൂണിൽ ആദ്യം വരുന്നതാണ് ഇടവപ്പാതി. ഇടവം മെയ് 15 ആകുമ്പോഴത്തേക്ക് ഇടവമാകും. ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ ഇടവത്തിൻ്റെ പകുതി മുതൽ വരുന്നതാണ് ജൂൺ 1 മുതൽ വരുന്ന മഴ. അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് മിക്കവാറും ജൂൺ 1 ജൂൺ 2 ഒക്കെ ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ കുടയുമായി പോകുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഏപ്രിൽ 21 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 5 ദിവസം കൂടി മഴയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായ മഴയെ ഭയക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും കൊടും ചൂട് നടക്കുന്ന സമയത്ത് മഴ വരുമ്പോൾ സ്വാഭാവികമായ മഴ ഏത് തരത്തിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകാവുന്ന പകർച്ചവ്യാധികൾ, രോഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. നമ്മൾ മാത്രമല്ല, ആരോഗ്യവകുപ്പും എല്ലാം തന്നെ. അതുമാത്രമല്ല, ചിലപ്പോൾ ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതകൾ ഉണ്ടാവാം. കാരണം ഇത്രയും ചൂടിന് ശേഷം വരുന്ന മഴയാണ്. ഏതായാലും സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ഒരു ജില്ലകൾക്കും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം 2 ജില്ലകൾ അതിൻ്റെ പരിധിയിൽപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. സ്വാഭാവികമായി ഇപ്പം നമ്മൾ വെക്കേഷൻ കാലമാണ്, ബോട്ടിംഗ് ഒക്കെ ഒരുപാട് നടക്കുന്ന സമയമാണ്. കാരണം കുട്ടികളുമായി മാതാപിതാക്കൾ ടൂറിനും മറ്റും പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സ്വാഭാവികമായും ബോട്ടിങ് പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ജലയാത്രകൾക്ക് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവരും തീരദേശ ജനങ്ങളും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വെക്കേഷൻ ടൈമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഈസ്റ്ററും ദുഃഖവെള്ളിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കായിരുന്നു. അതുകൊണ്ട് ഇനി തിരക്കൊഴിഞ്ഞിട്ട് യാത്ര പോകാമെന്ന് കരുതിയിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ വരും ദിവസങ്ങളിലായിരിക്കും ഇത്തരത്തിൽ വിനോദയാത്രയ്ക്കൊക്കെ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജലയാത്രകൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഇത്രയും കാറ്റ് വീശുമ്പോൾ അത് ശക്തമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കാലപ്പഴക്കം ചെന്ന ബോട്ടുകളും ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ പലയിടത്തുമൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കൂടി തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. മഴക്കാല അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശം നൽകി. അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പൊതുജനങ്ങൾക്കായുള്ള മുന്നറിയിപ്പിലും പറയുന്നു. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത്രയധികം ജാഗ്രത ഇപ്പോൾ മീഡിയ മലയാളത്തിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളതാണ് സംശയം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായി ഇതിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആശുപത്രികളിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അംഗൻവാടികൾ അങ്ങനെ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇതൊക്കെയാണ് സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യേണ്ടത്. പക്ഷേ ഇതിപ്പോൾ വെറുതെ ഒരു 5 ദിവസം മഴ എന്നുള്ള രീതിയിലായിരിക്കും ആരോഗ്യമന്ത്രി ഇതിനെയൊക്കെ കാണുന്നത്. അവരിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സർക്കാരിന്റെ വാർഷികം നടത്താനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. 20 കോടി 1.5 കോടി വീതം ഓരോ ജില്ലകളിലൊക്കെ ചെലവാക്കാണ്. അതെ, മുഖ്യമന്ത്രിയുടെ ഹോർഡിംഗ്സുകളൊക്കെ ഇനി നമുക്ക് ഓരോ സ്ഥലത്തിന് വേണ്ടി മാത്രം കോടികൾ ചെലവാക്കാണ്. ആശാ വർക്കർമാർ ഇപ്പോഴും അവിടെ കിടന്ന് നല്ല മഴ വന്നാൽ മതി. നല്ല മഴ വന്നാൽ ഫ്ലെക്സ് എല്ലാം ഒലിച്ചു പോകും. നല്ല മഴയും നല്ലൊരു കാറ്റും. ചിലപ്പോ ഈ ഫ്ലെക്സ് ഒക്കെ വെക്കുന്ന അറിഞ്ഞാണോ ഇനി കാലാവസ്ഥ ഈ രീതി വന്നതെന്ന് അറിയാൻ വയ്യ. ഏതായാലും ഇതൊക്കെ പ്രകൃതിക്ക് പോലും ചിലപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയും ചെയ്തു. അതും പോരാഞ്ഞിട്ട് 15-20 കോടി ചെലവാക്കി വീണ്ടും ഫ്ലക്സും ആഘോഷങ്ങളും കാണിച്ചു തരാന്ന് പ്രകൃതി അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട്
അല്ല നമ്മളിതൊക്കെ ഒരു തമാശക്ക് പറയുന്നതാണെങ്കിൽ പോലും ഇതൊക്കെ ഒരു പ്രളയമൊക്കെ വന്നപ്പോ നമ്മൾ എന്തെങ്കിലും പഠിച്ചു, ഈ സർക്കാർ നമ്മൾ പഠിച്ചു എങ്ങനെയെങ്കിലും ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നും വലിച്ചു പോവാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കും. കാരണം വീട് വെക്കുന്നവരൊക്കെ ഇപ്പം ഒരു പടി ഈ വെള്ളം കയറുന്നിടത്തൊക്കെ മറ്റേ മുകളിലേക്ക് വെച്ചിട്ട് താഴെ തൂണൊക്കെ, എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം അറിയില്ല, അങ്ങനെയൊക്കെ വെച്ചിട്ട് വീട് വെക്കുന്നു, ബീമൊക്കെ വെച്ചിട്ട് വീട് വെക്കുന്നവരുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി സർക്കാരിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, കാരണം അവരൊക്കെ സുരക്ഷിതരായിട്ടിരിക്കും. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ പ്രളയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയ സിനിമാക്കാർക്ക് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് എപ്പോഴും ഈ കായലിന്റെ തീരത്ത് കൊണ്ടുവന്ന് വീട് വെക്കുകയാണ് ഇവരുടെ പരിപാടി. കായലിന്റെ തീരത്ത് അവൻ പ്രകൃതി ആസ്വദിച്ച് കഴിയാന്നും പറഞ്ഞു. പക്ഷെ പ്രളയം മറ്റേ മല്ലിക സുകുമാരനൊക്കെ പോയ പോക്കറിയാല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ പ്രളയം എന്ന് പറയുമ്പോൾ കുറെ കോമഡി ഇതിന്റെ കൂടെ ഓർമ്മ. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാർ ഇത്തരത്തിൽ അന്ന് ഹീറോ ആയ കുറെ പേരുണ്ട്, പ്രളയത്തിന്റെ പേരിൽ ഹീറോ ആയവരുണ്ട്. പിന്നെ അന്ന് സൈനികരെയൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല അല്ലേ, അവരൊക്കെ ഗർഭിണികളെയൊക്കെ കൊണ്ടുപോയതൊക്കെ ഭയങ്കര പോയത്, അതൊക്കെ ചാനലുകളും എല്ലാം അന്ന് ഭയങ്കരമായിട്ട് മഴയൊക്കെ അവഗണിച്ചുകൊണ്ടൊക്കെ നമ്മള് പിന്നെ ജോലിക്കൊക്കെ പോയ സാഹചര്യങ്ങളൊക്കെ നോക്കിയാൽ ഇപ്പൊ യുവമോർച്ചയാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഡിവൈഎഫ്ഐ ആണെങ്കിലും എല്ലാം അവര് സേവാഭാരതിയൊക്കെ കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. അവരുള്ളത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, ഈ യുവജന സംഘടനകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് പ്രളയം വന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെട്ടത്. ഇവരുടെ ഒക്കെ ഒരു ഒരേപോലെ നിന്നിട്ടുള്ള ഒരു പ്രവർത്തനം. ഇവരൊക്കെ രാഷ്ട്രീയപരമായി തമ്മിലടിക്കുമെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ആ ക്യാമ്പുകളിൽ ആഹാരം എത്തിക്കാനും വെള്ളത്തിലായവരെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് കരകളിൽ എത്തിക്കാനും അവരുടെ വീട്ടു സാധനങ്ങൾ എന്തും ഓരോ വീടുകളൊക്കെ വെള്ളം ഇറങ്ങിയതിന് ശേഷം പിന്നെ മണ്ണും ഇതുമൊക്കെ ആയിട്ട് ഒരു താമസിക്കാൻ വൃത്തിയാക്കാൻ തന്നെ ഈ സേവാഭാരതി അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പിള്ളേർ എല്ലാം ഒരുമിച്ച് അങ്ങ് ഇറങ്ങിയേക്കാണ് ഒരേ മനസ്സോടുകൂടി. ശേഷം ഒരുപാട് പേര് മരിക്കുകയുണ്ടായി. കാരണം ഈ മഞ്ഞപ്പിത്തമൊക്കെ പിടിച്ചതെ ഒരു ജനൻ ടിവിയുടെ ഒരു ഡയറക്ടറായിട്ട് നിന്നൊരു ലാൽകൃഷ്ണ അതൊരു ഇതിന്റെ പ്രവർത്തനത്തിനൊക്കെ പോയിട്ട് പിന്നീട് മഞ്ഞപ്പിത്തം വന്ന് മരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒത്തിരി പേർ, നിരവധി പേർ. അപ്പം ഈ പറഞ്ഞതുപോലെ ഒരുപാട്, അതുപോലെ നമ്മൾ അന്ന് ഏറ്റവും കൂടുതൽ സ്മരിക്കേണ്ടത് ഈ മീൻപിടുത്തക്കാരായിരുന്നു, മത്സ്യത്തൊഴിലാളി, കടലിന്റെ മക്കൾ. അവര് വന്ന് ബോട്ട് ഇറക്കി നമ്മൾ അവരെ കാണുന്നത് നമുക്ക് മീൻ പിടിച്ചുകൊണ്ട് തരുന്ന അല്ലെ മത്സ്യബന്ധനത്തിന് പോകുന്നു പറഞ്ഞായിരുന്നു. പക്ഷെ ഈ സമയത്ത് പ്രളയത്തോടു കൂടി അവര് കടലിനകത്ത് നീന്തുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഈ പ്രളയം എന്ന് പറയുമ്പോൾ അവർക്ക് വെള്ളത്തെ ഭയമില്ല. അതുകൊണ്ട് എത്ര പേരെയാണ് അവർ രക്ഷപ്പെടുത്തിയത്. ബാക്കി ആർക്കും അങ്ങനെ ഒരു ധൈര്യം കിട്ടില്ല. അതിലൂടെ ഒരു കാര്യം മനസ്സിലായി, സർക്കാർ സംവിധാനങ്ങളൊന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടുത്തെ യുവജന സംഘടനകളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ കൂടെ ഒരുമിച്ച് ചേർന്നാൽ കേരളം രക്ഷപ്പെടുത്താൻ വലിയ ഇതൊന്നും വേണ്ട. അന്നത്തെ പിന്നെ എന്താ പറയുക, അന്നത്തെ വൈദ്യുതി മന്ത്രി അല്ലേ, വൈദ്യുതി മന്ത്രി അന്ന് പിന്നെ വിളിച്ചിട്ട് ഡാം തുറന്നു വിടാൻ പറഞ്ഞു, പിന്നീട് അടച്ചു വെക്കാൻ പറഞ്ഞു. തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്തതോടുകൂടി കേരളം മുങ്ങിപ്പോയി എന്നുള്ളതാണ്. സജി ചെറിയാനൊക്കെ അന്ന് പറഞ്ഞ പ്രസ്താവനകൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ ഒരു ലോഡ് ശവം വീഴും എന്നൊക്കെ ഉള്ള രീതി, ആ രീതിയിലൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴേ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ അത് അത്തരത്തിൽ എന്നിട്ട് അവർ പഠിച്ചോ, എന്നിട്ട് ഈ ജനങ്ങളെ മുന്നറിയിപ്പ് കൊടുത്ത് അവരെ സുരക്ഷിതരാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അവരിപ്പോഴും അവരുടെ നേട്ടങ്ങൾ, എന്ത് നേട്ടം, ഒരു നല്ല മഴ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് ഇനിയും മനസ്സിലാക്കുന്നില്ല. എല്ലാം മുങ്ങാം അല്ലെ, എത്ര സുരക്ഷാ കവചങ്ങളിൽ നമ്മൾ കിടന്നാലും ഒരു 3 ദിവസം നിർത്താതെ മഴ പെയ്താൽ എല്ലാ സുരക്ഷാ കവചങ്ങളും അവനവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആരെയും രക്ഷിക്കാൻ നിൽക്കില്ല. എല്ലാരും അവനവന്റെ ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. അത് മാത്രമല്ല, പണത്തിനൊന്നും യാതൊരു വിലയും മനസ്സിലാക്കി കൊടുത്തൊരു സംഭവം കൂടിയാണ് പ്രളയം. കാരണം പണം ഉണ്ടായിട്ടും കാര്യമില്ല, വീട് മൊത്തം വെള്ളം കയറിയ പണം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പണം കൊണ്ട് ചെയ്യാൻ പറ്റില്ല, സുരക്ഷയും കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അഹങ്കാരവും ധാർഷ്ട്യം കൊണ്ടൊന്നും നടക്കില്ല. പോവേണ്ടതെല്ലാം പ്രകൃതി കൊണ്ടുപോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങളെ ആരും മുന്നറിയിപ്പൊന്നും തരാനില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം.